ഇനി കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനി 6 മണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3 മണി കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും അനൗൺസ്മെന്റ് വാഹനങ്ങളുടെ വലിയ ഒച്ചയും ബഹളവും കാണാം. ബാൻഡ് സെറ്റ്, മറ്റ് അകമ്പടിയോടുകൂടി സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ എല്ലാ വാർഡുകളിലും ആരംഭിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാസ്തമംഗലം വാർഡിലാണ്. ശാസ്തമംഗലം ജംഗ്ഷനിലേക്ക്, ഈ റൗണ്ട് അപ്പോട്ടിലേക്ക് സ്വാഭാവികമായി എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ എത്താറുണ്ട്. LDFിൻ്റെ സ്ഥാനാർത്ഥി അമൃത ആറാണ്. ഏറ്റവും കൂടുതൽ ഈ ശാസ്തമംഗലം വാർഡെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന വലിയ മത്സരം നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ്. LDFിനും പ്രത്യേകിച്ച് CPMനും വലിയ തരത്തിലുള്ള പിന്തുണയുള്ളൊരു പ്രദേശം. ശക്തമായിട്ടുള്ള ഒരു യുവ നേതാവിനെ തന്നെ, IT പ്രൊഫഷണലായിട്ടുള്ള വിദ്യാഭ്യാസവും ഈ രംഗത്ത് യങ് ജനറേഷൻ്റെ ഒരു പ്രതിനിധി കൂടിയായിട്ടുള്ള അമൃതയാണ് ഇവിടെ മത്സരിക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥിയെ കുറിച്ച് കേരളം ചർച്ച ചെയ്യുന്നതാണ്. അങ്ങനെ ഓരോ വാർഡും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള മത്സരം, കടുത്ത മത്സരം. ആ കടുത്ത മത്സരത്തിൻ്റെ വാശിയും വീറുമൊക്കെ സ്വാഭാവികമായി കൊട്ടിക്കലാശത്തിന് കാണും. സ്ഥാനാർത്ഥികൾ അതാത് ബൂത്തുകളിൽ അവരുടെ വാർഡുകൾ കേന്ദ്രീകരിച്ച് റോഡ് ഷോ ആരംഭിക്കുന്ന പ്രദേശങ്ങളിൽ ഓരോരുത്തരും കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം റോഡ് ഷോ നടത്തി പ്രധാനപ്പെട്ട ജംഗ്ഷനിലേക്ക്, ശാസ്തമംഗലം ജംഗ്ഷനിലേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ശാസ്തമംഗലം റൗണ്ട് അപ്പിലേക്ക് എല്ലാ സ്ഥാനാർത്ഥികളും എത്തിച്ചേരും. അതുകൊണ്ട് സംഘർഷങ്ങളും മറ്റ് അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസ് നിർദ്ദേശം എല്ലാ സ്ഥലങ്ങളിലും നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള പ്രകടനങ്ങൾ അതാത് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലത്ത് നോക്കിയിട്ടാണ് ഒരു കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കൊട്ടിക്കലാശം ഉണ്ടാകുക. തിരുവനന്തപുരത്ത് അസംബ്ലി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു, പേരൂർക്കട, ഒപ്പം തന്നെ കഴക്കൂട്ടം, അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ റോഡ് ഷോയുടെ സമാപനം കുറിച്ചുകൊണ്ടിട്ടുള്ള ഈ കൊട്ടിക്കലാശത്തിൻ്റെ സമാപനമുണ്ട്. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ കൊട്ടിക്കലാശം എന്ന് പറയുമ്പോൾ അവസാനത്തെ വോട്ട് ഉറപ്പിക്കാനുള്ള ഏറ്റവും തീവ്രമായ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ ശ്രമമാണ്. അജിംഷാദിനറിയാം, ഈ കൊട്ടിക്കലാശത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ളൊരു പൊതു ട്രെൻഡ് ഉണ്ടാക്കുന്നതിനും നിഷ്പക്ഷ വോട്ടുകളെയൊക്കെ സ്വാധീനിക്കാൻ ഈ സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ആടി ഉലഞ്ഞു നിൽക്കുന്ന, വിജയിക്കുന്നവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു സമൂഹം വോട്ടർമാരുണ്ടാവും. അവരെയൊക്കെ സ്വാധീനിക്കാനുള്ള ഒരു പ്രകടനമായിരിക്കും സാധാരണ കൊട്ടിക്കലാശത്തിലുണ്ടാവുക. അതിനുള്ള മുന്നൊരുക്കങ്ങളും സസ്പെൻസുകളും ഒക്കെ തന്നെ തലസ്ഥാന നഗരസഭയിലെ സ്ഥാനാർത്ഥികളുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രകടനത്തിൻ്റെയും ഒരു തരത്തിലുള്ള റോഡ് ഷോയുടെയൊക്കെ ഒരു മുഖമായിരിക്കും മണിക്കൂറുകൾക്കുള്ളിൽ തലസ്ഥാന നഗരം കാണാൻ പോവുക. അജിംഷാദ് പറഞ്ഞതുപോലെ തലസ്ഥാന നഗരം കഴിഞ്ഞ 30 വർഷമായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. എതിരാളികൾക്ക് 7 അയലത്ത് പോലും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 53 സീറ്റുമായി LDF അധികാരത്തിലെത്തി. അത് കഴിഞ്ഞ ശേഷം ഒരു സീറ്റ് BJPയിൽ നിന്ന് CPM LDF പിടിച്ചെടുത്തു. അങ്ങനെ 54 സീറ്റ് LDFിനുണ്ട്. BJPയാണ് മുഖ്യ പ്രതിപക്ഷമായി മറുഭാഗത്തുള്ളത്, 34 സീറ്റ്. പക്ഷേ നിലവിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും തുടർച്ചയായ ആത്മഹത്യകളും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം BJPക്ക് ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റേതായ ദോഷം, ഒരു പ്രത്യാഘാതം BJPയെ സംബന്ധിച്ചുണ്ടാകും എന്ന വിലയിരുത്തൽ തന്നെയാണ് BJP ക്യാമ്പുകളിലുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ചയാവും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാന നഗരസഭയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കോൺഗ്രസ് എത്തി. പക്ഷേ അതൊക്കെ തന്നെ ഗ്രൗണ്ട് ലെവലിൽ, താഴെത്തട്ടിൽ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം അവരുടെ ഈ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞവർ ഉയർത്തിക്കാട്ടുന്നത് ശബരിനാഥനെയാണ്. ശബരിനാഥ് മത്സരിക്കുന്നത് കവടിയാറിലാണ്. കവടിയാറിൽ തന്നെ വലിയ തരത്തിലുള്ള ത്രികോണ മത്സരമുണ്ട്. ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ സാധ്യത കുറവാണ് എന്ന് കോൺഗ്രസിനകത്ത് തന്നെ ഉള്ളിൽ നിന്ന് തന്നെ വിലയിരുത്തലുണ്ടാകും. അതുകൊണ്ട് കൊട്ടിക്കലാശം കേരളം ഉറ്റുനോക്കുകയാണ്. നേരത്തെ അജിംഷാദ് പറഞ്ഞതുപോലെ തലസ്ഥാനത്തെ നഗരസഭയിലെ കൊട്ടിക്കലാശം എന്ന് പറഞ്ഞാൽ കേരളം ഉറ്റുനോക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം കൂടിയാണ്.